ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീണ്ടും അച്ഛനും ഏട്ടനും പിന്നെ ഞാനെന്നുള്ള യൂട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗുരുവായൂർ പോയായിരുന്നു. ഡിസംബർ മാസത്തിലാണ് പോയത്, പക്ഷേ എഡിറ്റ് ചെയ്തിരുന്നത് മെയ് മാസത്തിലാണ്. സ്കൂൾ അടയ്ക്കാറായപ്പോൾ ഞാൻ ഒരു ഗെയിം കയറി നോക്കിയപ്പോഴാണ് സ്പേസിൽ നിന്ന് മനസ്സിലായത്. എപ്പോഴാണ് ഇൻഷോർട്ട് ഈ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറിയാണ് ഗുരുവായൂർ പോയത്. അവിടുന്ന് റൂം എടുത്ത് അവിടെയാണ് സ്റ്റേ എല്ലാം. ഞങ്ങൾ ചെന്നൊന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി എല്ലാവരും കൂടെ, ഞാനും എൻ്റെ ചേട്ടനും അമ്മയും അച്ഛനും പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സെറ്റായി. എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. ഞാനും എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും. അമ്മ തയ്ച്ചതും അമ്മയാണ് ഇതെല്ലാം തയ്ച്ചത് ഞങ്ങളുടെ 4 പേരുടെയും. പിന്നെ വരച്ചത് അച്ഛനുമാണ് ഈ പടം, ഈ താമരയുടെ എല്ലാവരുടെയും ഡ്രസ്സിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ ഇതൊക്കെ ഓരോ പോസ്റ്റിന് പോലെ ഞാൻ എടുത്തതാണ്. ഫോട്ടോസ് കിട്ടുവാനായി ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോയപ്പം ഇതാണ് ഞങ്ങൾ ഇട്ടത്. പിന്നെ ഞാൻ അവിടെ വെച്ച് ഇച്ചിരി ഡാൻസൊക്കെ കളിച്ചിരുന്നു. അതാണിത്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഡാൻസ്. മിക്ക പേർക്കാണ്. ഞങ്ങൾ വെളുപ്പിനെ എങ്ങോട്ട് എത്തി. വെളുപ്പിന് 3 മണിക്ക് അവിടെ എത്തി. അവിടെ ഒട്ടനെ കുറിച്ച് റെഡിയായി. 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തൊഴാൻ പറ്റിയ 12 മണിക്കൊക്കെ ഉണ്ടാവും. ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. ചുമ്മാ ഡാൻസ് കളിച്ചാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടാണ് പോയി ചെയ്യുന്നത്. പാട്ടൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഒരു സ്റ്റെപ്പ് കിട്ടും. ഞാൻ ഡാൻസ് കളിക്കുന്നതിന് ഗുണം കേട്ടോ. അപ്പം എയർ ടൈറ്റ് ക്ലേ അത് വാങ്ങിച്ചത് നല്ല ക്ലേ ആയിരുന്നു കേട്ടോ. അന്ന് ആദ്യമൊക്കെ അമ്മൂമ്മ ക്ലേ വാങ്ങിച്ചു. അതിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചു തരാം. അത് ഞാൻ പറഞ്ഞതില്ല. വളരെ ഉണ്ടാക്കിയ നമ്മൾ വാങ്ങിച്ചു തരാം. അവധി ആയില്ലെങ്കിൽ നെറ്റ് വെച്ചിട്ട് പഠിപ്പിക്കും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവധിയായിട്ട് 4 സെറ്റൊക്കെ 150 രൂപ വെച്ച് ഇങ്ങനെ 2-3 വട്ടം ഞാൻ വാങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 2 സെറ്റ് ഗുരുവായൂരമ്പലമാണ്. വീഡിയോ ഒന്നും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. വാങ്ങണം. പക്ഷെ അധികം വീഡിയോ വാങ്ങിച്ചൊന്നും അറിയത്തില്ല. ചോദിച്ചുണ്ടോ നമ്മളത് കഴിക്കാൻ പോകണം. തൊഴിലിറങ്ങി ഞാൻ അതിലാണ് ഗുരുവായൂരമ്പലത്തിൽ പോകുന്നത്. തൊഴിലിറങ്ങി നമ്മൾ മുട്ടായി കഴിക്കാൻ വേണ്ടി കയറുവാണ്. മുട്ടായി വാങ്ങിച്ചു. പിന്നെ ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് രാവിലെ കഴിച്ചില്ല. നല്ല വിശപ്പില്ല. അവിടെ തന്നെയുള്ളൊരു ബോട്ടിൽ കയറി മണ്ടക്കത്തെ നിലയിലോട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മുട്ടായി കളറിന് ഞാൻ കഴിച്ചത് മസാല ദോശ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഞാൻ പറയുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ പിന്നെ എന്തൊന്നും മനസ്സിലാവില്ല. എന്നാലും കുഴപ്പമില്ല. എന്തായാലും പറയാം. എന്തായാലും നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോകണം. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് അന്നായിരുന്നു പോയത്. ഒന്നിലെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് ഓർമ്മയില്ല. അങ്ങോട്ട് ഫസ്റ്റ് ടൈമിലാണ് എൻ്റെ അറിവിൽ ഞാൻ പോയിട്ടുള്ളത്. ഗുരുവായൂർ ആദ്യമായിട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗുരുവായൂരമ്പലത്തിൽ. ഇല്ലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തിരക്കുള്ളതാണ് പണി കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ തൊഴിലിറങ്ങി. അല്ല, എനിക്ക് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒരേ ഡ്രസ്സായിരുന്നു. അച്ഛനും അമ്മയും പോയി. ചേട്ടനും അച്ഛനും ഷർട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ കണ്ടെടുക്കുകയാണ്. അതിൻ്റെ ഇറങ്ങി ഉടനെ ഞങ്ങൾ കഴിക്കാൻ കയറിയായിരുന്നു കേട്ടോ. കഴിച്ചു കഴിഞ്ഞു. കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ പൂരി കേട്ടോ. പൂരിയല്ല, മനുഷ്യൻ പൂരിയും മസാല ദോശ. പിന്നെ വേറെ ആർക്കും എന്തൊക്കെ വാങ്ങി പറഞ്ഞില്ല. അപ്പം പിന്നെ അമ്മയും കണ്ട എനിക്കെന്തോ പറയില്ല. പിന്നെ അമ്മയും അച്ഛനും ചേട്ടനും ഞാൻ. എന്നിപ്പോൾ എൻ്റെ ചിരിയാണ്. ഇപ്പം നിങ്ങൾ ചിരിക്കും. ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എൻ്റെ ഫോണിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് എൻ്റെ തന്നെ കാണിച്ചു. അതുകൊണ്ടാണ് ഫുള്ള് കണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി. സ്നാക്സും പിന്നെ അങ്ങനെയൊക്കെ നമ്മളെല്ലാം വാങ്ങി. നമ്മൾ തിരിച്ചിറങ്ങാണ്. ആനക്കോട്ടയിലേക്ക് പോവുകയാണ്. പിന്നെ ഭരതനാട്യം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ 1 കിലോമീറ്റർ റെയിൽവേയിലോട്ട് പോയി. അതൊന്നും എടുത്തില്ല. ആനക്കോട്ടയിൽ പോകും. പിന്നെ ഞങ്ങൾ മമ്മിയോട് നടക്കുവാണ്. ഞങ്ങൾ ഇത്രയും പേരുകൊണ്ട് ഐ തിങ്ക് തിരുവല്ല കൈലാശ്ശേരി ഓർമ്മയില്ല. എനിക്കൊന്നു തിരുവല്ലയാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ഡ്രസ്സ് മാറിയിട്ടൊക്കെയാണ് ഇറങ്ങിയത്. തിരിച്ചു വിടാൻ വേണ്ടി ഡ്രസ്സ് എടുത്തായിരുന്നു. പിന്നെ അവിടെ ബസ് വെയിറ്റ് ചെയ്തിരുന്നപ്പം
ഞാനും അമ്മയും കൂടെ ഞങ്ങൾ ആനക്കോട്ടി പോയിരുന്നു കേട്ടോ. എല്ലാവരും വരുവാണ് ചെല്ലണേ. ആനകൾ ആന കുഞ്ഞിനെ കണ്ടിട്ടുള്ളൂ, കുഴപ്പമില്ല. പിന്നെ ചങ്ങനാശ്ശേരി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ മയില് സൺഫ്ലവർ ഏറ്റവും ഇഷ്ടപ്പെട്ട താമരപ്പൂ അമ്പലം കിളി അത് മാറ്റി പറയാൻ പറ്റുന്നില്ല. ഏറ്റവും ഇഷ്ടം ശബരിമലയും പോയി നമുക്കത് ഇഷ്ടം ശബരിമലയും പിന്നെ അമ്മൂമ്മ സൂചിച്ചെടുത്തു. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണേ, മറക്കില്ലേ ഫ്രണ്ട്സ്. അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്